ഇന്ന് ഒരു അടിപൊളി മയോനൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ടോണി ചേട്ടൻ വ്ളോഗ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഇവിടെ നമ്മളിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു മുട്ട നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒഴിച്ചു. അതിനുശേഷം നമ്മളൊരു 3 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 3 വെളുത്തുള്ളി ഇട്ടത്. അല്ലെങ്കിൽ നമുക്ക് 2 എണ്ണം മതി വലിയ വെളുത്തുള്ളി ആണെങ്കിൽ. പിന്നെ ഒരു 1/2 സ്പൂണ് പഞ്ചസാര. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മളിത് മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളൊരു 2 സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം മിക്സിയിലിട്ട് നല്ല രീതിയിലൊന്ന് അടിക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിക്കുവാണ്. ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സായി കഴിയുമ്പോഴേക്കും നമുക്ക് തുറന്നതിന് ശേഷം വീണ്ടും ഒരു 3 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളൊരു 3/4 സ്പൂണ് വിനാഗിരി കൂടിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം വീണ്ടും നമ്മൾ നല്ല രീതിയിൽ മിക്സിയിലിട്ട് ഒന്ന് നല്ല രീതിയിൽ കറക്കി ഇങ്ങോട്ട് എടുക്കുക. ഒരു 10 സെക്കൻഡെങ്കിലും നമുക്കൊന്ന് കറക്കേണ്ട ആവശ്യമുണ്ട്. നല്ല രീതിയിൽ മിക്സായി കിട്ടത്തുള്ളേ. ഇത് നമ്മൾ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ കറക്കാൻ പോവാണ്. വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും 3 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നല്ല രീതിയിൽ മിക്സിയിലിട്ട് ഒന്നും കൂടെ കറക്കി ഇങ്ങോട്ട് എടുക്കുക. ഓയിൽ നമ്മൾ ഒന്നിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മിക്സ് ആകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നത്. വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ 3 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുക. അതിനനുസരിച്ച് നമ്മുടെ ഈ മയോനൈസ് നല്ല രീതിയിൽ കട്ടിയായിട്ട് വരുവേ. ഇനിയും നമ്മൾ ഇതുപോലെ തന്നെ വീണ്ടും 3 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഉപ്പൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും ഓയിൽ ഒഴിച്ചതിന് ശേഷം അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ഒന്നും കൂടെ അടിച്ച് നല്ല രീതിയിൽ മിക്സിയിലിട്ട് അടിച്ചിങ്ങെടുക്കാം. ഇപ്പം നമ്മുടെ ഏകദേശം കട്ടിയൊക്കെ ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നോക്കി വേണം ഓയിൽ ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മയോനൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞ് നമുക്ക് ഒരുപാട് കട്ടി വേണ്ടാത്തതുകൊണ്ട് നമ്മളൊരു ക്രീമി പരുവത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ കടയിലൊക്കെ പോയി പഴയ മയോനൈസൊക്കെ മേടിച്ച് കഴിക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. നല്ല രീതിയിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസമൊക്കെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി ടോണി ചേട്ടൻ വ്ളോഗ്സ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അത് കാണുന്നതിനെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.